സ്ത്രീപീഡന കേസിൽ കോൺഗ്രസ് എംഎൽഎ കോവളം എംഎൽഎ എം വിൻസെന്റിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. തിരുവനന്തപുരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. കോവളം എംഎൽഎയിൽ വീട്ടമ്മയുടെ പരാതിയിന്മേൽ എം വിൻസെന്റ് എംഎൽഎ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. 1 മണിക്കൂറിലധികം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിനൊടുവിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വിവരങ്ങൾ നൽകാൻ റഹീസ്, എവിടേക്കാണ് ചോദ്യം ചെയ്യലിനായി കൊണ്ടുപോകുന്നത്? പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെത്തിയാണ് കോവളം എംഎൽഎ എൻ വിൻസെന്റിനെ അല്പസമയം മുമ്പ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 3 മണിക്കൂർ നീണ്ടുനിന്ന മൊഴിയെടുപ്പ് ചോദ്യം ചെയ്യൽ എംഎൽഎ ഹോസ്റ്റലിൽ വെച്ചായിരുന്നു നടന്നിരുന്നത്. ചില സാങ്കേതിക തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് എംഎൽഎ ഹോസ്റ്റലിൽ വെച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. പകരം പാറശാല എസ്ഐ പ്രവീണും അദ്ദേഹത്തിനൊപ്പം മറ്റൊരു പോലീസുകാരനും എംഎൽഎ ഹോസ്റ്റലിൽ തങ്ങി കൂടെ ചോദ്യം ചെയ്യുകയായിരുന്ന നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഹരി അടക്കമുള്ള ആളുകൾ തിരികെ പേരൂർക്കട പോലീസ് ക്ലബ്ബിൽ കാത്തു നിൽക്കുകയായിരുന്നു. ഇതനുസരിച്ച് എംഎൽഎയുടെ വാഹനത്തിലാണ്, എംഎൽഎയുടെ കാറിൽ തന്നെയാണ് പേരൂർക്കട പോലീസ് ക്ലബ്ബിൽ എത്തിച്ചത്. പോലീസ് ക്ലബ്ബിൽ അജിത ബീഗം ചോദ്യം ചെയ്യും, ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തില്ല എന്നൊരു നിലപാടായിരുന്നു പോലീസ് ആദ്യം എടുത്തിരുന്നത്. പക്ഷേ അജിത ബീഗം ചോദ്യം ചെയ്യുകയല്ല ഉണ്ടായിരുന്നത്. പോലീസ് ക്ലബിന്റെ അകത്തേക്ക് പോലും എംഎൽഎ കയറ്റിയില്ല. എംഎൽഎയുടെ വാഹനത്തിൽ നിന്ന് ഇറക്കിയതിനു ശേഷം പോലീസ് വാഹനത്തിലാണ് കയറ്റിയത്. പോലീസ് വാഹനത്തിൽ കയറ്റി ഇപ്പോൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് എന്ന് തോന്നുന്നു. നമുക്ക് തൊട്ടു മുമ്പിലുള്ള പോലീസ് വാഹനത്തിലാണ് എംഎൽഎ ഉള്ളത്. ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഹരിയും പാറശാല നെയ്യാറ്റിൻകര മാരും നെയ്യാറ്റിൻകര സിഐയും ഈ വാഹനത്തിലുണ്ട്. കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരും ഈ വാഹനത്തിലുണ്ട്. വാഹനം പോകുന്ന ഡയറക്ഷൻ നോക്കിയിട്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറും അന്വേഷണ ഉദ്യോഗസ്ഥരുമായ അജിത ബീഗം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ തന്നെയാണുള്ളത്. അങ്ങനെയെങ്കിൽ ഇനി വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുകയില്ല. അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കുകയായിരിക്കും. സ്വാഭാവികമായും 3 മണിക്കൂർ മുമ്പ് തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് കൊണ്ട് തന്നെ അത് കസ്റ്റഡിയായി രേഖപ്പെടുത്തും. 24 മണിക്കൂറിനകം മാത്രം കോടതിയിൽ ഹാജരാക്കിയാൽ മതി എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഹാജരാക്കുക. അതല്ല, ചോദ്യം ചെയ്യൽ പൂർത്തിയായ സ്ഥിതിക്ക് നേരിട്ട് കോടതിയിൽ ഹാജരാക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴില്ല. ചോദ്യം ചെയ്യലിൽ എംഎൽഎ തുടക്കം മുതൽ തന്നെ യുവതി പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. പക്ഷേ യുവതിയുടെ മൊഴിയും ഒപ്പം ശാസ്ത്രീയമായി കണ്ടെത്തിയ വിവരങ്ങളും ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ചോദ്യം ചെയ്യൽ. പ്രധാനമായും എന്തിന് വളരെ കുറച്ച് പരിചയമുണ്ട് എന്ന് എംഎൽഎ പറയുന്ന ഒരു യുവതിയെ കഴിഞ്ഞ 5 മാസത്തിനിടെ ഏകദേശം 900 തവണ ഫോണിൽ വിളിക്കുകയും ഇലക്ട്രോണിക് എവിഡൻസ് എന്തായാലും പോലീസിന്റെ കയ്യിലുണ്ട്. ഒപ്പം തന്നെ മൊഴികളിലെ വൈരുദ്ധ്യം സ്വാഭാവികമായും പോലീസിന് അറസ്റ്റിനുള്ള കാരണമായി കാണും. പോലീസ് പൂർണ്ണ ബോധ്യത്തോടെ എംഎൽഎ അറസ്റ്റ് ചെയ്യുകയാണ്. ഇനിയിപ്പോ ഈ പരാതി പരിഗണിച്ചാൽ എന്തൊക്കെ പ്രധാനപ്പെട്ട വകുപ്പുകൾ വരും എംഎൽഎക്കെതിരെ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് സ്വാഭാവികമായും നോൺ ബെയിലബിൾ ആയിരിക്കുമോ? തീർച്ചയായും എംഎൽഎക്കെതിരെ നിലവിൽ തന്നെ തിരുവനന്തപുരം ബാലരാമപുരം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ജാമ്യം കിട്ടാത്ത രീതിയിലുള്ള എഫ്ഐആർ തന്നെയാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ നൽകിയിട്ട് പോലും എംഎൽഎയെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കൃത്യമായും ചോദ്യം ചെയ്യലിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റിയ കൃത്യമായ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കിട്ടിയിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ഇന്ന് പോലീസ് കടക്കാനുള്ള ഒരു സാധ്യതയില്ല. കാരണം രാവിലെ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ എംഎൽഎ ഇതിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ ആക്ഷേപങ്ങൾ കൂടി പരിശോധിച്ചതിന് ശേഷം മാത്രമേ അറസ്റ്റിലേക്ക് ഞങ്ങൾ പോകൂ എന്നൊരു നിലപാട് അന്വേഷണ ഉദ്യോഗസ്ഥർ